ഡാ അമൽ ഡേവിസേ, നീ എന്താ ഇന്നലെ വരാഞ്ഞേ? ഹായ് രേണു. ഹായ് സച്ചിൻ. എനിക്ക് പനിയായിരുന്നു. എന്നാ പിന്നെ നീ എന്തിനാ ഇന്ന് വന്നത്? റെസ്റ്റ് എടുക്കായിരുന്നില്ലേ? അയ്യോ, അസസ്മെൻറ്റിൻ്റെ ക്ലാസ്സൊക്കെ മിസ്സായാൽ പണി കിട്ടും. അല്ല, ഇന്നലെ ടീച്ചർ എന്താണ് എടുത്തത്? പ്രിൻസിപ്പിൾ ഓഫ് അസസ്മെൻറ്റ് പ്രാക്ടീസസ്. ടഫായ പോർഷനാണോ എടുത്തത്? നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അല്ലടാ, ഈസി ആയിട്ടുള്ള പോർഷൻസ് തന്നെയാണ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻ്റ് ഉണ്ട്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻ്റ് ഉണ്ട്. അതിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റിൽ വരുന്നതാണ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ഫോർ അസസ്മെൻറ്റ്, അതേപോലെ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു കളക്ഷൻ ഓഫ് അസസ്മെൻറ്റ് ഇൻഫോർമേഷൻ. പിന്നെ വരുന്നതാണ് ജഡ്ജിങ് ആൻഡ് സ്കോറിംഗ് ഓഫ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ്, സമ്മറൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ്, റിപ്പോർട്ടിംഗ് ഓഫ് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്. ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. ഇനി ജനറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ആയിരിക്കണം, മാനേജബിൾ ആയിരിക്കണം, പിന്നെ ഫോർമേറ്റീവ് സമ്മേറ്റീവ് അസസ്മെൻ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ എന്തൊക്കെയായിരുന്നു രേണു? ഇറ്റ് ഷുഡ് ബി ഫെയർ ആൻഡ് എഡ്യൂക്കേഷണൽ, വാലിഡ് ആൻഡ് പ്രാക്ടിക്കബിൾ, റിലയബിൾ, ഒബ്ജക്റ്റീവ്, ടൈംലി ആൻഡ് ഡിമാൻഡിങ്, പർപ്പസ്ഫുൾ, സെൻസിറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ്. അതേപോലെ തന്നെ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിരിക്കണം, അക്സസിബിൾ ആയിരിക്കണം, അതേപോലെ ട്രാൻസ്പെറൻറ്റും ആയിരിക്കണം. താങ്ക് യു ഗൈസ്. ഇന്ന് ഫസ്റ്റ് പീരീഡ് ആണ് കേട്ടോ ടീച്ചറുടെ പീരീഡ് ഉള്ളത്. വാ, വൈകിക്കണം, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതെ, ശരിയാണ്, ഇന്ന് ഫസ്റ്റ് പീരീഡ് ആണ്. മിസ്സ് കയറുന്നതിനെക്കാട്ടും മുന്നേ ക്ലാസ്സിൽ കയറാം. വാ.